എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ് യുധിഷ്ഠിരൻ മുതലായ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ സമേതനായിട്ട് ഭീഷ്മപിതാമഹനെ ചെന്ന് കാണുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നതുമായ രംഗങ്ങൾ. ആ ഭാഗങ്ങൾ പാരായണം ചെയ്യാം. അഥ നവമോധ്യായഃ. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹൽ സർവധർമ്മവിവത്സയ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതോ അപതത് തദാ തേ ഭ്രാതരഃ സർവേ സദശ്രീः സ്വർണഭൂഷരൈः അന്യഗച്ഛൽ രഥൈർവിപ്രാ വ്യാസധൂമ്യാദയസ്തഥാ ഭഗവാനപി വിപ്രശ്രേ രഥേന സ ധനഞ്ജയ സതൈർവ്യരോചത നൃപഃ കുബേര ഇവ ഗുഹ്യകൈഃ ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവച്യുതമിവാമരം പ്രണയമുപാണ്ഡവാ ഭീഷ്മം സാനുഗാസഃ ചക്രിണ തത്ര ബ്രഹ്മശ്രേയഃ സർവേ ദേവശ്രേയശ്ച സത്തമഃ രാജശ്രേയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവൻ ബാദരായണ ബൃഹദശ്വ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമദസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷേവാൻ ഗൗതമോത്രിശ്ച കൗശികോധ സുദർശന അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാധാദയോ മലാഹ ശിഷ്യേരുവേദ ആജഗ്മോ കശ്യപാങ്കരസാദയ താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാലവിഭാഗവിദ് കൃഷ്ണം ജാത്തൽ പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ്ത മായയോ വാത്തവിഗ്രഹം പാണ്ഡുപുത്രാനുവാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാജഷ്ടാനുരാഗാശ്രൈः അന്ധീഭൂതേന ചക്ഷുഷാ അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദനാഃ ജീവിതം നർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ സംസ്ഥിതേ രഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാവധൂഃ യുഷ്മൽകൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹു സർവം കാലകൃതം മന്യേ ഭവതാം യദാപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവഘനാവലി യത്ര ധർമ്മസുതോ രാജ ഗദാപാണവൃഗോദര കൃഷ്ണോ സ്ത്രീ കാണ്ഡിവം ചാപം സുഹൃൽ കൃഷ്ണസ്തോ വിപദ് ദഹ്യസ്യ കർഹിത് രാജൻ പുവാൻ വേദാവിധിത്സരം യദ്വിജിജ്ഞാസയാ യുക്താ മുഹ്യന്തി കവയോഭിഃ തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിദോ നാഥ പാഹി പ്രജാപ്രഭോ യേശ വൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണ പുമാൻ മോഹന്മായ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവശ്ചേർനാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സതിമം ദൂതം സൗഹൃദാദഥ സാരഥിം സർവാത്മനഃ സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേഃ തൽകൃതം അതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത് തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂമാനുകമ്പിതം യന്മേഷു സ്ഥിതഃ സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത ഭക്തിയാവേശ്യമനോ യസ്മിൻ വാചാ യന്നാമകീർത്തയൻ ത്യജൻ കലേവരം യോഗി മുച്യതേ കാമകർമ്മഭി സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കലേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സാരണലോചനോല്ലസൽ മുഖാംബുജോ ധ്യാനപഥ ചതുർഭുജഃ സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ചരേ അവൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുശൃണ്വതാം പുരുഷസ്വഭാവവിധാൻ യഥാവർണം യഥാശ്രമം
വൈരാഗ്യരാഘോവാദിഭ്യാം ആമ്നാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷംശ്ച സഹോപായാൻ യഥാമുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്ത്വവിൽ ധർമ്മം പ്രവതസ്തസ്യ സകാലപ്രത്യുപസ്ഥിത യോ യോഗിനച്ഛന്ദമൃത്യോർവാഞ്ചിതസ്തുത്തരായണ തതോ വസുമൃത്യകില സഹസ്രണീർ വിമുക്തസംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസൽപീതതടേ ചതുർഭുജേ പുരസ്ഥിതേ മീതദൃഗ്യധാരയത് വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തദീക്ഷേ വാസുഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തിഭ്രമസ്തുഷ്ടാവ ജന്യം വ്യസൃജൽ ജനാർദ്ദനം. ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുന്നതായ 11 ശ്ലോകങ്ങളാണ് ഇനി ആരംഭിക്കുന്നത്. ഇതി മതിരുപകൽപ്പിതാ വിദൃഷ്ട ഭഗവത സാത്വത പുങ്കവേ വിഭോംനെ സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹ ത്രിഭുവനകമലം തമാലവർണം ദിവ്യകര ഗൗരവരാംബരം ദധാരേ വപുരളകുലാവൃതാനാബ്ജം വിജയസഖേ രതിരസ്തു മേന വിദ്യ യുധതുരകരജോ വിധൂമ്രവിശ്വ കചലുളിതശ്രമവാചലങ്കലാസ്യ മമ നിശിതശരേ വിഭിദ്യമാനസ്തുജി വിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ സവതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരുഷ്ണ ഹൃദവതി പാർത്ഥസഖേ രഥം മമാസ്തു വ്യവഹിതപ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖശ്ച ദോഷബുദ്ധ്യാ കുമതി മഹരരാത്മവിദ്യയായ ചരണരതി പരമശ്ച തസ്യമേസ്തോ സ്വനിഗമമവഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തും അവപ്ലുതോരഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചരദ്ഗുഹരിവഹന്തുമിഭം ഗതോത്തരീയഃ ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജപരിപ്ലുത ആദദായിനോ മേ പ്രസഭമഭിസസാര മദ്വഥാർത്ഥം സഭവതു മേ ഭഗവൻ മുകുന്ദ വിജയരഥകുടുംബ ആത്തദോത്രേ ധൃതഹയരശ്മിനി തച്ഛ്രിയേ ക്ഷണീയേ ഭഗവതി രതിരസ്തു മേ മുമൂഷോർയമിഹ നിരീക്ഷ്യ ഹതാഗതാ സ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണകൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യൗന്മദാന്ധാഃ പ്രകൃതിമകൻ കില യസ്യ ഗോപവദ്ധ്വാ മുനിഗണദ്രവവിദ്യസങ്കുലേന്ദഃ സരസി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണോപവേദ ഇക്ഷണീയോ മമ ഋഷിഗോച ഏഷ അവിരാത്മാ തമിമഹവജം ശരീരഭാജം ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ഇതുവരെയാണ് ഭീഷ്മപിതാമഹൻ്റെ ശ്രീകൃഷ്ണ സ്തുതി. സൂതോവാച കൃഷ്ണയവം ഭഗവതി മനോവാക് ദൃഷ്ടവൃത്തിഭിः ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസോപാരമത് സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണിഷ്കലേ സർവേ ബഭൂസ്തേ തൂഷ്ണിം വയാംസീവ ദിനാത്യേ തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാദിതാഃ ശശംസു സാധവോ രാജ്ഞാം ഖാത്വേതു പുഷ്പവൃഷ്ടയാം തസ്യ നിർഹരണാദീനി സംവരേതസ്യ ഭാർഗവ യുധിഷ്ഠിരകാരേ ത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത് തുഷ്ടവർമുനയോ ഹൃഷ്ടാഃ കൃഷ്ണം തൽ ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാഃ സ്വസുമൻ പ്രയോ പുനഃ തയോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം പിത്രാചാനുമുദോ രാജ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭോ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ പ്രഥമസ്കന്ധേ യുധിഷ്ഠിര രാജ്യപ്രലംഭോ നാമ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ ആലക്കട്ട് മാടവന ശങ്കരനാരായണ നമ്പൂതിരി പോയിരുന്നു. 94 95 61
5676. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. നന്ദി, നമസ്കാരം.